ഹരി ഓം. എല്ലാവർക്കും ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിലേക്ക് സ്വാഗതം. 3-ാം അധ്യായം കർമ്മയോഗം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ അർജുനന് കർമ്മയോഗത്തിൻ്റെ രഹസ്യം അർജുനൻ്റെ മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നു. അതിമനോഹരമായിട്ട് ഭഗവാൻ പറയുന്നു, അർജുന, എനിക്ക് ചെയ്യേണ്ടതോ ചെയ്തു കഴിഞ്ഞാൽ കിട്ടാനോ ചെയ്യാത്തതുകൊണ്ട് നഷ്ടപ്പെടാനോ എനിക്ക് യാതൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ എന്നെ മാതൃകയാക്കുന്ന ചിലരുണ്ട്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞു, യദ്യത് ആചരതി ശ്രേഷ്ഠ തത്തത് ദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തനുവർത്തതേ. നമ്മളെന്താണോ അനുവർത്തിക്കുന്നത് അത് മറ്റുള്ളവർ അനുകരിക്കുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ഒരു മാതൃകയായിരിക്കണം. അതുകൊണ്ട് കൃഷ്ണനെ ചൂണ്ടിയിട്ടാണ് പറയുന്നത്, നീ എന്നെ നോക്ക്. തുടർന്ന് ഭഗവാൻ പറയുന്നതാണ് 23-ാം അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകം. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന. ത്രിഷു ലോകേഷു, ഈ 3 ലോകത്തും എന്തെങ്കിലും എനിക്ക് ചെയ്യപ്പെടേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല അർജുന. എന്നാലും ഞാൻ എന്തു ചെയ്യുന്നു? വർത്ത ഏവച്ച കർമ്മണി, കർമ്മത്തിൽ തന്നെ ഞാൻ വർത്തിക്കുന്നു. ഇത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു വെച്ചതാ. 3 ലോകങ്ങളിലും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ, എന്താ പറയുക, നഷ്ടപ്പെടാനോ അങ്ങനെയൊന്നും ഇല്ല. കാരണം ഞാൻ എന്താണ്? ഞാൻ ഈ വിശ്വമാണ്. അത് നീയും അത് തന്നെയാണ്. നീ അതല്ല, ഞാൻ മാത്രമാണ് എന്ന് ഭഗവാൻ പറയുന്നില്ല. കാരണം അർജുൻ അതാണെന്ന ബോധമില്ല. അവിടേക്ക് അർജുനനെ എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തുടർന്ന് പറയുന്നു, യദി ഹ്യഹം ന വർത്തേയം ജാതു കർമ്മണ്യതന്ത്രിതഃ മമ വർത്തമാനുവർത്തന്തേ മനുഷ്യാ പാർത്ഥ സർവശഃ. സർവശഃ മനുഷ്യാഃ, സർവമനുഷ്യരും മമ വർത്തമ അനുവർത്തന്തേ, എൻ്റെ മാർഗത്തെ തന്നെയാണ് അർജുന പിന്തുടരുന്നത്. എന്താ പറയുന്നത്? അഹം ജാതു, ഞാൻ ഒരിക്കലും, അതന്ത്രിതഃ, അതന്ത്രിതഃ ഒരു എന്താ പറയുക, ഏതെങ്കിലും വിധത്തിലുള്ള മടിയില്ലാത്തവനായി, കർമ്മണി ന വർത്തേയം, കർമ്മത്തിൽ വർത്തിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ യതി, ഞാൻ എൻ്റെ മാർഗത്തെ, മനുഷ്യ സർവശഃ, മനുഷ്യന്മാരെല്ലാവരും എൻ്റെ മാർഗത്തെ പിന്തുടരും. അല്ലെങ്കിൽ എൻ്റെ മാർഗത്തെയാണ് എല്ലാവരും പിന്തുടരുന്നത്. ഇത് സംശയങ്ങൾ ജനിപ്പിക്കുന്ന ഒരു ശ്ലോകമാണ്. എന്താണ് എൻ്റെ മാർഗം? എൻ്റെ മാർഗം, ഭഗവാന്റെ മാർഗം എന്ന് പറയുന്നത് ആനന്ദമാർഗമാണ്. ആത്യന്തികമായിട്ടുള്ള ശാന്തി, സമാധാനം, അതാണ് കൃഷ്ണൻ്റെ മാർഗം. അപ്പോൾ ആളുകളെല്ലാവരും പിന്തുടരുന്നതും അതാണ്. എന്ന് പറഞ്ഞാൽ ആനന്ദമാർഗമാണോ, ശാന്തി മാർഗമാണോ? അല്ല, ആനന്ദം ആണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്. പക്ഷെ അതിനുവേണ്ടി അവരുടെ മാർഗം തകരാറിലാണ് എന്ന് പറയാം. അവരതിനെ ലക്ഷ്യം വയ്ക്കുന്നു, പക്ഷെ അവർക്കത് ലഭിക്കുന്നില്ല. ലക്ഷ്യം അതാണ്. ഇന്നതാണ് എൻ്റെ ആനന്ദമാണ് എൻ്റെ ലക്ഷ്യം എന്നൊന്നും ആരും പറയില്ല. കാരണം ഒന്നുകൊണ്ടും ഒരു തൃപ്തിയാവുന്നില്ല. പുതിയത് എന്തെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കണം, ചെയ്തുകൊണ്ടിരിക്കണം, അവിടെ പോകണം, ഇരിക്കുമ്പോൾ തോന്നും നടക്കണമെന്ന്, നടക്കുമ്പോൾ തോന്നും കിടക്കണമെന്ന് എന്ന് പറഞ്ഞ പോലെ ഒന്നിലും നിൽക്കുന്നില്ല. ഇതെവിടെ നിൽക്കും? ഇതെവിടെ അവസാനിക്കും? എൻ്റെ ആഗ്രഹങ്ങളുടെ അവസാനം എവിടെയാണ്? അപ്പോൾ എന്ത് കിട്ടിയാലാണ്? നാരദർ ഭക്തിസൂത്രത്തിൽ പറയും, യൽ ലബ്ധ്വാ പുമാൻ സിദ്ധോ ഭവതി അമൃതോ ഭവതി തൃപ്തോ ഭവതി യത് പ്രാപ്യ ന കിഞ്ചിത് വാഞ്ചതി. ഏതൊന്ന് കിട്ടിയാൽ ഇനി എന്തെങ്കിലും വേണം എന്നുള്ള തോന്നൽ ഇല്ലാതെയാവുന്നത് എപ്പോഴാണ്? ഏതൊന്ന് കിട്ടിയാലാണോ തൃപ്തനാകുന്നത്? അതിനെ നാരദർ അവിടെ ഭക്തി എന്നാ പറയുക. ഇവിടെ ജ്ഞാനം, രണ്ടും ഒന്നാ.
അപ്പോൾ എല്ലാവർക്കും വേണ്ടത് അതാണ്, പക്ഷേ അറിയില്ല എങ്ങനെയാണ് അതിലേക്ക് പോകേണ്ടത് എന്ന് അറിയുന്നില്ല. അതുകൊണ്ട് അർജുന, എൻ്റെ വഴിയാണ് എല്ലാവരും എന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. അവസാനം കറങ്ങി കറങ്ങി ഇവരെന്നിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ കുറേ കറങ്ങും. വിദ്യാരണ്യ സ്വാമികൾ പറയും, നദ്യായിവ കീടാഹ വർത്തന്തേ ഇവ. അതായത് ഈ ഒഴുകുന്ന വെള്ളത്തിൽ ഈ ചില കീടങ്ങൾ പെടും. അപ്പോൾ അതിങ്ങനെ ഒഴുകും, എന്നിട്ടോ ഒരു ചുഴിയിൽ പെടും, എന്നിട്ട് അവിടെ ആ ചുഴിയിൽ കുറേ കറങ്ങും, എന്നിട്ട് വീണ്ടും അതിന്ന് രക്ഷപ്പെട്ട് അടുത്ത ചുഴിയിലേക്ക് പോകും. ഇതുപോലെ നമ്മളിങ്ങനെ പോവുക. തുടർന്ന് ഭഗവാൻ പറയുന്നു, ഉത്സീദേയുരിമേ ലോകാഹ നകുര്യാം കർമ്മ ചേദഹം സങ്കരസ്യ ച കർത്താസ്യാം ഉപഹന്യാമി മാ പ്രജാഃ. അർജുന, ഉത്സീദേയുഹു ഇമേ ലോകാഹ നകുര്യാം കർമ്മ ചേത് അഹം കർമ്മ കുര്യാം ന ചേത്. ഞാൻ കർമ്മത്തെ ചെയ്യുന്നില്ല എങ്കിൽ, ഞാനൊരു കർമ്മവും ചെയ്യാതിരിക്കുകയാണ് എങ്കിൽ എന്ത് സംഭവിക്കും? ഇമേ ലോകാഹ ഉത്സീദേയുഹു, ഈ ലോകം തന്നെ നശിക്കും, ഇല്ലാതെയാവും. ഇവിടുത്തെ ഓരോ കർമ്മങ്ങൾക്കും എല്ലാ ശക്തി സ്പന്ദനങ്ങളും എന്നിലാണ് അർജുന നടക്കുന്നത്. എൻ്റെ കയ്യിലാണ് അതിൻ്റെ സ്വിച്ച് ഉള്ളത്. ഞാൻ ഓഫ് ചെയ്താൽ അതെല്ലാം ഓഫായി പോകും. അതുകൊണ്ട് ഉത്സീദേയുഹു, ഇത് ഇരുട്ടിലായി പോകും, നശിക്കും. അതുകൊണ്ട് സങ്കരസ്യ അഹം കർത്താസ്യാം, അപ്പം അതിന് ആ വ്യവസ്ഥയില്ലായ്മയ്ക്ക് ഞാൻ കാരണക്കാരനാകും. അതുകൊണ്ട് ഇമാ പ്രജാഹ ഉപഹന്യാം, ഈ പ്രജകളെല്ലാം തന്നെ, ഈ വിശ്വം തന്നെ നശിക്കും. അപ്പം ഇതിനെ മുഴുവൻ പ്രചോദിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട്. ആ ശക്തി വിശേഷത്തെ തൊട്ട് നിന്നിട്ടാണ് ഭഗവാൻ ഇത് പറയുന്നത്, ഓരോന്നിനെയും പ്രവർത്തിപ്പിക്കുന്നത് അതിമനോഹരമായി, കൃത്യമായി. അതുകൊണ്ട് ഇവിടെ കർമ്മമില്ലാത്തൊരവസ്ഥ ഇല്ല അർജുന, സകലതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുത്ത ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആ മൂഢനോടാണ് ഇത് സംസാരിക്കുന്നത്. അതുകൊണ്ട് നീ എന്തു വേണം? 25-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സക്ത കർമ്മണ്യ വിദ്വാംസഃ യഥാ കുർവന്തി ഭാരത കുര്യാത് വിദ്വാംസ്തദാ സക്തഃ ചികീർഷുർലോക സംഗ്രഹം. ഈ ജ്ഞാനിയുടെയും അജ്ഞാനിയുടെയും കർമ്മത്തിൻ്റെ മനോഗതങ്ങളെക്കുറിച്ച് പറയുകയാണ്. എന്താണ്? ഹേ അർജുന, ഹേ ഭാരത. ഈ ഭാരത എന്നൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ ഈ അഭിമാനമാണ്, ഭാരത എന്നൊക്കെ പറയുന്നതിൽ. അന്ധമായ അഭിമാനമുണ്ട്. ഒരിക്കലും ഒരാളിങ്ങനെ ഈ ഫ്ലൈറ്റിൽ ഇങ്ങോട്ടേക്ക് അമേരിക്കയിലേക്ക് വരുമ്പോഴേ, അപ്പോൾ മൂപ്പര് കുറേ ഫുഡ്, പല സാധനങ്ങളും കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. മൂപ്പർക്ക് ഫ്ലൈറ്റിലെ ഭക്ഷണമൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അവരെന്തൊക്കെയോ തരും, അതൊന്നും പഴകി ദ്രവിച്ചതാണ്, അതൊന്നും വേണ്ട, അതെനിക്ക് എൻ്റെ ഭക്ഷണം ഇങ്ങോട്ടതിനേക്കാൾ നല്ലതാണ് അവിടെ നിന്ന് കൊടുക്കണത്. പക്ഷെ എന്നാലും അങ്ങനെ മൂപ്പര് ഇത് കുറെ കഴിഞ്ഞപ്പോൾ ഇത് തുറന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അടുത്തിരിക്കുന്ന ഒരു ഇംഗ്ലീഷുകാരനാണ്. മൂപ്പരിങ്ങനെ ഓരോന്ന് തുറന്നിങ്ങനെ മൂപ്പർക്കും വേണമെന്ന് ചോദിക്കും. അപ്പോൾ അയാൾ സ്നേഹത്തോടു കൂടി പറയും വേണ്ട വേണ്ട എന്ന് പറയും. എന്നിട്ട് വെറുതെ ചോദിക്കും ഇത് എന്താണെന്ന് ചോദിക്കും, വാട്ട് ഈസ് ദിസ്? ആ മൂപ്പര് പറയും ദിസ് ഉണ്ടംപൊരി ഫ്രം ഇന്ത്യ. ആ, ഉണ്ടംപൊരിയാണ്. ഇങ്ങനെ അവിലോസ് പൊടി ഫ്രം ഇന്ത്യ. ഇങ്ങനെ ഓരോന്നിനും മൂപ്പരിങ്ങനെ ഇന്ത്യയുടെ പേര് ചേർത്ത് ഇങ്ങനെ പറയും.
അയാൾ ഗുഡ് 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 എന്ന് പറയും മൂപ്പര്. അങ്ങനെ ഇയാളിങ്ങനെ മൂപ്പരിങ്ങനെ ഓരോരോ അരമണിക്കൂറിലിങ്ങനെ ഈ ഉണ്ടംപൊരിയും അവിലൂസ് പൊടിയും സുഖിയനും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പം മറ്റേ അടുത്തിരിക്കുന്ന വിദ്വാൻ അങ്ങനെ ഒരു ഉറക്കത്തിലാണ്, അരമയക്കത്തിലാണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഈ അവിലോസ് പൊടിയുടെയും ഉണ്ടംപൊരിയുടെയും ഒക്കെ ശക്തിയിൽ മൂപ്പരൊരു ഏമ്പകം വിട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അടുത്തിരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് അത് മനസ്സിലായില്ല. അപ്പോൾ മൂപ്പര് എന്തോ ഇതുപോലെ ഒരു പൊതിക്കെട്ട് തുറന്നതെന്ന് ചോദിച്ചു. മൂപ്പരുടെ പതിവ് ചോദ്യം ചോദിച്ചു, വാട്ട് ഈസ് ദിസ്? അപ്പോൾ മൂപ്പര് ചോദിച്ചു വാട്ട് ഈസ് ദാറ്റാണ്. അപ്പോൾ മൂപ്പര് പറഞ്ഞു എയർ ഇന്ത്യ. വളരെ പറയുന്ന തമാശയാണ്. അപ്പോൾ എല്ലാറ്റിനോടും ചേർത്ത് പറയുക. അപ്പോൾ ഇവിടെ ഹേ ഭാരത, ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ അർജുനനെ എങ്ങനെ വിളിക്കും, അറിയാൻ താല്പര്യനായിട്ടുള്ളവനെ നീ എന്തു വേണം, നീ വെറും ഒരു എയർ ഇന്ത്യ ആവരുത് എന്ന് പറയാം. നീ കുറച്ചൊന്ന് ഉഷാറാവണം. അതുകൊണ്ട് കർമ്മണി സക്താഹ അവിദ്വാംസഹ, കർമ്മണി സക്താഹ കർമ്മത്തിൽ ആസക്തിയുള്ള, അവിദ്വാംസഹ അജ്ഞന്മാർ, അവർ യഥാ കുർവന്തി ഏത് പ്രകാരത്തിലാണ് അവർ കർമ്മം ചെയ്യുന്നത്? അവർ കർമ്മം ചെയ്യുന്നുണ്ട്, അവർ അതിൽ ആസക്തരാണ്, അതിൻ്റെ മുഴുവൻ കർമ്മയോഗ രഹസ്യങ്ങൾ അറിയുന്നവരല്ല, അവർ കർമ്മം ചെയ്യുന്നു. അവിദ്വാംസഹ യഥാ കുർവന്തി എപ്രകാരം ചെയ്യുന്നു, തഥാ അത് പ്രകാരത്തിൽ വിദ്വാൻ അറിഞ്ഞവൻ, കർമ്മത്തിൻ്റെ രഹസ്യം അറിഞ്ഞവൻ എന്തു ചെയ്യുന്നു? അസക്തഃ സംഘമില്ലാതെ അത് ചെയ്യുന്നു. ലോകസംഗ്രഹം ചികീർഷു കുര്യാത്, അവിടെ അവനെ സംബന്ധിച്ച് ലോകത്തിൻ്റെ സംഗ്രഹം എന്ന് പറയുന്ന ഒന്നുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ലോകസംഗ്രഹത്തെ മുൻനിർത്തി അവൻ ആ കർമ്മം ചെയ്യുന്നു. മറ്റവനോ തനിക്ക് വേണ്ടി പാകം ചെയ്യുന്നു. രണ്ടുപേരും പാകം ചെയ്യുക. അജ്ഞാനിയുടെ പാകം ചെയ്യലും ജ്ഞാനിയുടെ പാകം ചെയ്യലും രണ്ടും രണ്ടാണ്. അതുകൊണ്ട് അടുത്തത് ഭഗവാൻ നല്ലൊരു ഉപദേശം നൽകുക, നമുക്കൊക്കെ ഉള്ള ഉപദേശമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ജ്ഞാനിയും അജ്ഞാനിയും കർമ്മം ചെയ്യുന്നു. അതിലെന്തിലാണ്? നേരത്തെ പറഞ്ഞിട്ടുള്ള ആശയമാണ്. യസ്ത്വിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേ അർജുന, ആരാണോ മനസ്സിനോടുകൂടി ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നത്. പുഴ കടന്ന രണ്ട് ഗുരുവിൻ്റെയും ശിഷ്യൻ്റെയും യുവതിയുടെയും കഥ ഓർമ്മയുണ്ടാവുമല്ലോ. ഒരാൾ കർമ്മം ചെയ്തു, മറ്റേയാൾ കർമ്മം ചെയ്തിട്ടില്ല. പക്ഷേ ആരിലാണ് സംഘമുണ്ടാക്കിയത്? കർമ്മം ചെയ്യാത്ത ആളിൽ. ചെയ്ത ആളിലോ സംഘമില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വീണ്ടും ഭഗവാൻ അതിനെ മറ്റൊരു രീതിയിൽ പറയുന്നു. ലോകസംഗ്രഹത്തിന് വേണ്ടി, അവിടെയും ലോകസംഗ്രഹമാണ്, അപരൻ്റെ ഹിതമാണ്. അപ്പം അതിനുവേണ്ടി എന്തു ചെയ്യുന്നു? കർമ്മം ചെയ്യുന്നു. തുടർന്ന് ഭഗവാൻ നല്ലൊരു നിർദ്ദേശം വയ്ക്കുന്നു. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. എന്തു വേണം അർജുന? ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. വിദ്വാൻ അറിഞ്ഞവൻ എന്തു വേണമെന്നാണെങ്കിൽ കർമ്മസംഗിന, കർമ്മത്തിൽ സംഘമുള്ളവരായിട്ടുള്ള ആളുകളെ, അവരാരാണ്? അജ്ഞന്മാരാണ്. അവരിൽ ബുദ്ധിഭേദം ന ജനയേ, അവരിൽ ബുദ്ധിഭേദം ഉണ്ടാക്കരുത്.
അവരാകെ കൂടെ കുഴച്ച് മറിച്ച് അവസാനം അവർ ഒന്നും ചെയ്യാതെ ഇട്ട് പോവുക ഇവിടുന്ന്. അങ്ങനെ ആവരുത് എന്ന് പറയാം. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് വന്നിട്ട് ചോദിക്കുന്നത്, ആരാ നിന്നോട് ഇങ്ങനെ പറഞ്ഞത് ചെയ്യാൻ, അവിടെ വെച്ച് എന്ന് പറഞ്ഞിട്ട്, അവൻ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന്. ആര് പറഞ്ഞു ചെയ്തോട്ടെ എന്ന്? ഞാനില്ലേ ഇവിടെ. ഇങ്ങനെയാണ്. എന്തിനു മൂപ്പരാണ് ഇതിൻ്റെ ഒരു അതോറിറ്റി എന്ന് പറയാം, സകല മണ്ടത്തരങ്ങൾക്കും. അപ്പം എന്നോട് ചോദിക്കാതെ ഇവിടെ ഒരു കാര്യവും നടക്കാൻ പാടില്ല. കേട്ടിട്ടില്ലേ മൂപ്പരുടെ വീട്ടിൽ ഒരിക്കൽ ഭിക്ഷക്കാരി വന്നത്? അവിടെ ജോലി ചെയ്യുന്നവർ പറഞ്ഞു ഒന്നുമില്ല, പോയിക്കോളാൻ പറഞ്ഞു. അപ്പോഴാണ് മൂപ്പരകത്തുനിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഒരു സ്ത്രീ ഉണ്ട് പോകുന്നു, ഭിക്ഷയ്ക്ക് വന്നതാണ്, അവർ പോവുക ഇല്ല. അപ്പം ഒരു ചോദിച്ചു, ആരാ അത്? അപ്പം അവർക്കൊരു സമാധാനമായി, ആരോ ആളുണ്ട്. എന്താ? അപ്പോൾ ഈ ജോലിക്കാരി പറഞ്ഞു, അത് ഭിക്ഷയ്ക്ക് വന്നതാണ്, ഞാൻ അവരോട് ഒന്നുമില്ല പോയിക്കോളാൻ പറഞ്ഞു. അതാരാ പറയാൻ? നീ ആരാ അത് പറയാൻ? ഇവിടെ വരിക. അപ്പോൾ അവർ സന്തോഷിച്ചു. ഈ ജോലിക്കാരിക്ക് അറിയാം ഒന്നും കിട്ടൂല, അവർക്ക് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാം. എന്നിട്ട് അവരോട് ചോദിക്കുക, എന്താ? അപ്പോൾ എന്തെങ്കിലും തരണം. ഒന്നുമില്ല, പോയിക്കോ, ഇത് പറയാൻ ഞാൻ ഇവിടെ ഉണ്ട്, പോയിക്കോ. അതാണ് ഇങ്ങനെ ബുദ്ധിഭേദം ജനയേ. ഇങ്ങനത്തെ വിദ്വാന്മാർ എപ്പോഴും ബുദ്ധിഭേദം ഉണ്ടാക്കും ആളുകളിൽ. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. എന്താണ്? യുക്തസമാചരൻ, യുക്തനായി സമഭാവനയോടുകൂടി സമാചരൻ പ്രവർത്തിക്കുന്നവനായിട്ട് സർവകർമാണി ജോഷയേത്, സർവകർമ്മങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകണം. സ്വാമിജി പറയും, ഈ കുഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ജയ് വിളിച്ചിട്ട്, വലിയൊരു ഗർത്തമുണ്ട്, അറിയാതെ ഈ കൂട്ടത്തോടു കൂടി പോവുകയാണ്. അപ്പോൾ അവരുടെ മുന്നിൽ പോയി നിന്ന് തടയരുത്. തടഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെയും കൂടെ കൊണ്ടുപോയി കുഴിയിലിടും. അപ്പോൾ എന്താ വേണ്ടത്? അവരുടെ മുന്നിൽ നിന്ന് ജയ് വിളിച്ച് 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 മെല്ലെ ആ ഗതി അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് കൊണ്ടുപോയേക്കണം. നിൽക്ക് അവിടെ കുഴിയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോൾ കുഴിയിലെത്തിയെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ബുദ്ധിഭേദം ഉണ്ടാക്കാതെ അവരെന്ത് വേണം? ജോഷയേ സർവകർമാണി, സർവകർമ്മങ്ങളെയും ഒന്ന് തിരിച്ചു വിടാൻ. എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ടുണ്ട്, മിടുക്കനായിട്ടുണ്ട്, ഉഷാറാണ്, അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെയും കൂടി ഒന്ന് നോക്കാം. നോക്കിയാലെന്താ? ഇങ്ങനെയൊന്ന് പരീക്ഷിച്ചാലെന്താ? ആരടാ നിന്നോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞ് കഴുതേ എന്നല്ല. കാരണം എന്തെങ്കിലും നടന്നിട്ടുണ്ടല്ലോ അവിടെ. ആ ചെയ്യാനുള്ള പ്രേരണയെ അങ്ങനെ തന്നെ അങ്ങ് തച്ചുടക്കരുത്. തുടർന്ന് പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. ഈ മൂഢൻ എന്താ ചെയ്യുന്നത്? മൂഢൻ്റെ കാര്യം പറയാം. എന്താ മൂഢൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ, പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ ആണ് ഇതിൻ്റെ നിയമം. പക്ഷേ അഹങ്കാര വിമൂഢാത്മാ കർത്ത അഹം കർത്ത ഇതി മന്യതേ. വാസ്തവത്തിൽ പ്രകൃതേ ഗുണൈഹി സർവശഃ കർമാണി ക്രിയമാണാനി. പ്രകൃതി ഗുണത്തിനനുസൃതമായിട്ടാണ് സകല കർമ്മങ്ങളും നടക്കുന്നത്. നോക്കൂ, നമ്മളിപ്പോൾ ഓരോരോ കർമ്മങ്ങൾ ചെയ്തിട്ട് ഞാനാണത് ചെയ്തത് ഇത് ചെയ്തത് എന്നൊക്കെ അഭിമാനിക്കുന്നില്ലേ? ഇതിന് ചിന്മയാൻ സ്വാമികൾ ഒരു ഉദാഹരണം പറയാറുണ്ട്. സ്വാമിജിയെ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. സ്വാമിജി കഥ പറയുമ്പം ചെറിയൊരു കഥയാണെങ്കിലും വിസ്തരിക്കും. എവിടെയാണ് പോയത്, ആരുടെ വീടാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ എല്ലാറ്റിനും പേരൊക്കെ ഉണ്ട്. നമ്മൾ അത്ര വിസ്തരിക്കുന്നില്ല.
അങ്ങനെ വിസ്തരിക്കാതെ തന്നെ നമ്മൾ കഥ ഭയങ്കര വിസ്താരമാണെന്നാണ് പറയണത്. ഇരിക്കട്ടെ. അപ്പോൾ ഒരു വീട്ടിൽ ഭക്ഷണത്തിന് പോയി, അവിടുന്ന് ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സ്വാമിജി ഓരോ വിഭവങ്ങളെക്കുറിച്ചൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. സാമ്പാർ വളരെ നന്നായിട്ടുണ്ട്, പച്ചടി, തോരൻ, ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പം ഇങ്ങനെ ഇത് ഉണ്ടാക്കിയവർ അയ്യോ നന്നായിട്ടുണ്ടോ, ഇങ്ങനെയല്ല കുറച്ചുകൂടെ നന്നാവാറുണ്ടായിരുന്നു എന്നൊക്കെ എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ആരാണ് സാമ്പാർ ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചു. അപ്പം ഞാനാണ് സാമ്പാർ ഉണ്ടാക്കിയത് എന്ന് ഒരു സ്ത്രീ, അവിടുത്തെ സ്ത്രീ പറയുമ്പോഴേക്കും വേറൊരാൾ കയറി പറഞ്ഞു ഞാനാണെന്ന്. അതാരാ അത്? അതുവരെ കേൾക്കാത്തൊരു ശബ്ദം ആ വീട്ടിൽ. ആരാന്ന് ചോദിച്ചാൽ ആ സാമ്പാർ ചെമ്പിൽ കിടക്കുന്ന തവി. എടാ തവി, നീയാണോ ഇതുണ്ടാക്കിയത്? വീട്ടമ്മ തവിയോട് പറയുക, എടാ തവി, നീയാണോ ഇതുണ്ടാക്കിയത്? അപ്പോൾ അവൻ പറഞ്ഞു, അതെ, ഞാനാണ് ഈ തിളച്ചതിലൊക്കെ കിടന്നിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നത്. ആഹാ, എടാ നിനക്ക് സ്വയം ഇളകാൻ പറ്റുമോ? ഞാനല്ലേ നിന്നെ പിടിച്ച് ഇളക്കിയത്, അതുകൊണ്ടല്ലേ നീ ഇളകിയത്. നിനക്ക് സ്വയം ചലിക്കാനുള്ള ശേഷി ഉണ്ടടാ, അധിക പ്രസംഗി, അഹങ്കാരി എന്ന് ഈ അമ്മ തവിയെ. വാസ്തവത്തിൽ നമ്മളൊരു തവിയല്ലേ? ഭഗവാൻ ഇതിൽ പറയുന്നുണ്ട്, എടാ അർജുന, നീ ഒരു തവിയാണ് എൻ്റെ കയ്യിലെ. സവ്യസാജിൻ നിമിത്തമാത്രം ഭവ സവ്യസാജിൻ. തവിസാജിൻ എന്നല്ല, ഭവ സവ്യസാജിൻ നിമിത്തമാത്രം. നീ എൻ്റെ കയ്യിലെ ഒരു ഉപകരണമാണ്. വാസ്തവത്തിൽ നമ്മളൊരു ഉപകരണമല്ലേ? എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളും ഇലക്ട്രിസിറ്റി ഇല്ലാതെ എന്തെങ്കിലും നടക്കുമോ? ഈ ഫാന് പറയാൻ ഞാനാണ് കാറ്റുണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി അതങ്ങോട്ട് വിഡ്രോ ചെയ്തിട്ട് എന്നിട്ട് ഉണ്ടാക്കട കാറ്റ് എന്ന് പറഞ്ഞാലോ? ബൾബ് പറയാം ഞാനാണ് പ്രകാശിപ്പിച്ചത്, എന്നാ നീ ഒന്ന് പ്രകാശിപ്പിച്ചേ എന്ന് പറഞ്ഞ് വിഡ്രോ ചെയ്താലോ? അങ്ങനൊരു കഥ തന്നെ ഉണ്ട് ഉപനിഷത്തിൽ. ഒരു കഥയല്ല, എത്രയോ കഥകളുണ്ട്. ഉദ്ഗീതത്തെക്കുറിച്ച് പറയുന്നിടത്ത് ചാന്തോക്യത്തിലൊരു കഥയുണ്ട്. ദേവാസുര യുദ്ധം. രണ്ടുപേരുടെ അച്ഛൻ പ്രജാപതിയാണ്, ഇന്ദ്രനും വിരോചനനും. ഇതാണ് ഇവരുടെ നേതാക്കന്മാർ. പൊരിഞ്ഞടിയാണ്. ദേവന്മാരെന്തെന്ത് ആയുധങ്ങൾ പ്രയോഗിക്കുന്നോ അതിനെയൊക്കെ അസുരന്മാർ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുക. അവസാനം അവർ ഓരോരോ ആയുധങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. ഭയങ്കര രസമാണ്. അവർ പറയാണ് വായുവാണ് അത്. ശരിക്കും പറഞ്ഞാൽ ആ ഉദ്ഗീതോപാസന എന്നാണ് അതിന് ആ പ്രകരണം അതിഗംഭീരമാണ്. വിസ്തരിച്ച് പറയുന്നുണ്ട്. എന്താ പറയണത്? അങ്ങനെ വായുവിൻ്റെ സവിശേഷതയും വായു പ്രാണനെ ബന്ധിപ്പിച്ചുകൊണ്ട് പ്രാണനെ കൊണ്ട് യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാണ്? വളരെ സിംബോളിക്കാണ് കഥ. അപ്പോൾ ഈ അസുരന്മാർ പ്രാണനെ മലീമസമാക്കുന്നു. അതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത്. പിന്നെ പ്രാണൻ മലീമസമാക്കി കഴിഞ്ഞു, പ്രാണൻ മലിനമായി കഴിഞ്ഞു, പ്രാണൻ്റെ ശക്തി പോയി. പിന്നെ അവർ നേത്രത്തെ കാഴ്ചയാണ് ഏറ്റവും പ്രധാനം, അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അതിലേക്ക് വരുമ്പോൾ കാഴ്ചയെ മലിനമാക്കി കളയും. എല്ലാം വർത്തമാനകാലത്ത് ഈ 10,000 ചില്ലാനും കൊല്ലം മുമ്പ് ഉപനിഷത്ത് ഋഷി അവതരിപ്പിച്ചത് ഇന്നത്തെ കാലത്ത് എന്ത് മനോഹരമാണെന്നറിയത്.
അവർ ശ്രോത്രേന്ദ്രിയത്തെ ഏകാഗ്രപ്പെടുത്തിക്കൊണ്ട് ശബ്ദം എന്ന സത്യത്തെക്കുറിച്ച് ഇതാക്കിയപ്പോഴേക്കും അസുരന്മാർ ശബ്ദം മലീമസമാക്കി. ഇന്നത്തെ അവസ്ഥയിലുള്ള പാഴ്വാക്കുകളും അതൊക്കെ എണ്ണി പറയുന്നുണ്ട്. അങ്ങനെ അവരതിനെയും കളങ്കപ്പെടുത്തി. ഇങ്ങനെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും 10 ഇന്ദ്രിയങ്ങളെയും അവസാനം മനസ്സാണ് എല്ലാറ്റിൻ്റെയും അധിപൻ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിക്കൊണ്ടായപ്പോഴോ മനസ്സിനെയും അസുരന്മാർ വിഷലിപ്തമാക്കി. മനസ്സിലെ ദുഷിച്ച ചിന്തകളും അത്തരം കാര്യങ്ങളെ കൊണ്ട് മനസ്സ് അതിൻ്റെ സ്വതസിദ്ധമായ അവസ്ഥയെ കൈയൊഴിഞ്ഞു. അങ്ങനെ ദേവന്മാർ ഓരോ തരത്തിൽ പരാജയപ്പെടുമ്പോൾ അവർ കരുത്താർജിച്ചു എന്നാണ്. ഇത് മെഡിറ്റേഷനാണ് ശരിക്കും പറഞ്ഞ യുദ്ധം. അങ്ങനെയാണ് ഉദ്ഗീതം എന്ന് പറയുന്ന പ്രണവോപാസനയെ, അക്ഷരബ്രഹ്മത്തെ ഉപാസിക്കുന്നതിലൂടെ, ആ ഉപാസനാ മാർഗത്തിലൂടെ ഈ അസുരന്മാരെ എല്ലാവറ്റിനെയും നിഗ്രഹിക്കുന്നത് പറയും, സിംബോളിക്കായിട്ട്. അപ്പോൾ ഈ യുദ്ധം മറ്റൊരിടത്ത് കേനത്തിൽ പറയുമ്പോഴോ ഇന്ദ്രനും അഗ്നിയും വായുവും ഒക്കെ അവിടെ ചെന്നു ബ്രഹ്മത്തിനോട് ചോദിച്ചു. ബ്രഹ്മം ഇങ്ങോട്ട് ചോദിച്ചു, നീ ആരടാന്ന് ചോദിച്ചു, നിനക്കെന്ത് കഴിവുണ്ട്? അഗ്നി ഭയങ്കരനായിട്ടൊക്കെ പറഞ്ഞു, അഹമസ്മി ജാതവേദ അഹമസ്മി. എന്ത് ജാതവേദൻ? നിനക്ക് എന്ത് കഴിവുണ്ട്? ഇത് യതിദം പൃഥിവ്യാം സർവം ദഹേയം, ഇവിടെ ഭൂമിയിലുള്ള സകലത്തിനും ഞാൻ കരിച്ച് ചാമ്പലാക്കുന്ന പറഞ്ഞു. ആമസോൺ കാടൊക്കെ ഞാനൊരു ബീഡി വലിക്കുന്ന പോലെ. വലിക്കട എന്നായി ഈ ബീഡി എന്ന് പറഞ്ഞു. നമ്മുടെ പണ്ട് സിനിമയിൽ ഫിലോമിന പറയുന്നില്ലേ, വെക്കട വെടി അല്ല, എന്താ ഇവിടത്തളി പനീനീരെന്ന് പറഞ്ഞ പോലെ ബ്രഹ്മം ഫിലോമിന പറഞ്ഞ പോലെ പറഞ്ഞു, എന്നാ കാണട്ടടാന്ന്, ഇതിനെ ഒന്ന് കത്തിക്കാൻ. ഒരു ചെറിയ പുല്ല് ഇട്ടുകൊടുത്തു, സർവജവേന നാണങ്ങില്ല. അവസാനം മൂപ്പര് തിരിച്ചു പോയി. ഇതന്നെ അഗ്നിയുടെ അവസ്ഥ, വായുവിൻ്റെ അവസ്ഥ. നീ ആരടാന്ന് അവനോടും ചോദിച്ചു. ഞാൻ ഭയങ്കരനാണ്, സുനാമി ഇതൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് വളരെ നിഷ്പ്രയാസം, ഞാൻ എന്തും അടിച്ച് പറപ്പിക്കുന്നു പറയും. എന്നാ കാണട്ടെ എന്ന് പറഞ്ഞ് പുല്ല് ഇട്ട് കൊടുത്തു. ഈ പുല്ല് കണ്ടിട്ട് വായു പറഞ്ഞു, ഇതൊക്കെ എനിക്ക് പുല്ലാണ്, എന്നാ കാണട്ടെ എന്ന് പറഞ്ഞു. അനക്കാൻ പറ്റാതെ അവനും തിരിച്ചുപോയി. അങ്ങനെ ഇന്ദ്രൻ വരുന്നുണ്ട്. അങ്ങനെ ഇന്ദ്രനോട് ഉമ പറഞ്ഞു, ബ്രഹ്മമാണ്, ബ്രഹ്മത്തിൻ്റെ മഹിമ കൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ഇതായത് എന്ന്. ഈ സത്യം, ആ ഉള്ളിൽ ആ ജീവചൈതന്യം ഉള്ളത് കൊണ്ട് എൻ്റെ കൈ പൊങ്ങി, കാല് പൊങ്ങി, എനിക്ക് സംസാരിക്കാൻ പറ്റി. ധ്രുവൻ നടത്തുന്ന സ്തുതി അതാണ്. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എന്ത് മനോഹരമാണ്! എൻ്റെ കൈകൾ, കാലുകൾ, പ്രാണൻ സകലതും പ്രവർത്തിക്കുന്നത് എവിടുന്നാണ്? അതിനെയാണ് രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അമ്പലത്തിലേക്കൊന്നും വാകച്ചാർത്തിന് ഓടണ്ട. ഈ വാകച്ചാർത്തിന് നിങ്ങളെ ക്യൂ നിൽക്കാൻ സഹായിക്കുന്ന ഒരു ഭഗവാനുണ്ട്. അതിനെ നിങ്ങൾ പാടെ വിസ്മരിച്ചിരിക്കുക. ആദ്യത്തെ നമസ്കാരം അവനാ കൊടുക്കേണ്ടത്. അതിനെ സ്മരിക്കണം. ശങ്കര ഭഗവത്പാദർ അതിനെ സ്മരിക്കുന്നുണ്ട്. പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരദാത്മതത്വം സച്ചിത്സുഖം പരമഹംസഗതിം തുരീയം യത് സ്വപ്നജാഗര സുഷുപ്തമവൈതി നിത്യം തദ്ബ്രഹ്മ നിഷ്കളമഹം നജഭൂതസങ്കഃ. എൻ്റെ ആദ്യത്തെ സ്മരണ തന്നെ അതാണ്. പ്രാതസ്മരാമി, ഞാൻ സ്മരിക്കണു, അഹം ഹൃദി, എൻ്റെ ഹൃദയത്തിൽ,
സംസ്ഫുരത് ആത്മതത്വം സദാ ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ ഇങ്ങനെ സകലതും നടക്കുന്നതുകൊണ്ടാണ് ഈ സകല ഗുണ്ടാമണ്ടികൾ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഹൃദയം പ്രവർത്തിക്കുന്നു, സകലമാന സാധനങ്ങളും ആക്റ്റീവാണ്. ഇതെല്ലാം മര്യാദയ്ക്ക് നടക്കുന്നത് കൊണ്ടല്ലടോ നിനക്ക് എന്തെങ്കിലും എടുക്കാനും കൊടുക്കാനും ഇതൊക്കെ പറ്റിയത്. നമുക്ക് പരിചയമുള്ള ഒരാളുണ്ട്. ഒരുത്തൻ അവൻ്റെ ജോലി കിട്ടാൻ വേണ്ടി, ജോലിക്ക് വേണ്ടി അപേക്ഷ എഴുതി എല്ലാം പൂരിപ്പിച്ച് അത് കവറിലാക്കി പോസ്റ്റ് ഓഫീസ് കൊണ്ടിടാൻ വേണ്ടിയിട്ട് അവിടുത്തെ അവൻ്റെ അമ്മാവനെ ഏൽപ്പിച്ചു. അമ്മാവൻ പുറത്തേക്ക് പോകുന്നുണ്ട്. മാമൻ പറഞ്ഞു ഞാനിടാം, നോക്കട്ടെ. ഓ, മൂപ്പരത് ഇട്ടു, കൊണ്ടുപോയിട്ടു. അങ്ങനെ ഇവന് ഇൻ്റർവ്യൂവിൽ അവസാനം ഇവന് ജോലി കിട്ടി. അപ്പോൾ മൂപ്പരെന്താ പറയണതെന്ന് അറിയോ? ഞാനാണ് ഇവന് ജോലി മേടിച്ചു കൊടുക്കുന്നത്. അതെങ്ങനെയാണല്ലോ നീ മേടിച്ചു കൊടുത്തതെന്ന് ചോദിച്ചവൻ പറയാം, ഞാൻ ആ കത്തിട്ടിട്ടില്ലെങ്കിലോ ഇവന് കിട്ടുമോ ഈ ജോലി? ഇങ്ങനെയുണ്ട്. ഇങ്ങനെ കർത്തൃത്വം അഹങ്കരിക്കുന്ന നമ്മളോട്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഈ ഇലക്ട്രിസിറ്റി ഉള്ളതുകൊണ്ടാണ് ഈ സംഗതിയൊക്കെ നടക്കുന്നത്. ഭഗവത്പാദർ എന്ത് മനോഹരമായിട്ട് അതിനെ പറയുന്നുണ്ടെന്നറിയോ? അതിമനോഹരമായിട്ട് മറ്റൊരിടത്ത് പറയുന്നുണ്ട്. നാനാഛിദ്രഘടോദരസ്ഥിതമഹാ ദീപപ്രഭാഭാസ്വരം ജ്ഞാനം യസ്യ തു ചക്ഷുരാദികരണ ദ്വാരാ ബഹിസ്പന്ദതേ ജാനാമീതി തമേവ ഭാന്തമനുഭാദ്യേതത് സമസ്തം ജഗത് തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ദക്ഷിണാമൂർത്തി സ്തോത്രം. നാനാഛിദ്രഘടോദരസ്ഥിതമഹാ ദീപപ്രഭാഭാസ്വരം. ഒരു 5 ദ്വാരങ്ങളുണ്ട്. 5 അതിൽ കൂടുതൽ വേണമെങ്കിൽ ആക്കാം തൽക്കാലം. ആചാര്യസ്വാമികൾ പറയും നാനാഛിദ്രം, അനേക ദ്വാരങ്ങൾ. ഉള്ളിലൊരു ചിരാത് കത്തിച്ചു വെച്ചിരിക്കുന്നു. അപ്പം എന്ത് സംഭവിക്കും? ഈ ദ്വാരങ്ങളിലൂടെയൊക്കെ നാനാഛിദ്രഘടോദരസ്ഥിത മഹാ ദീപപ്രഭാഭാസ്വരം അത് പുറത്തേക്ക് ഇങ്ങനെ വരും. ചെറിയ സുഷിരങ്ങളാണെങ്കിൽ സുഷിര രൂപത്തിൽ ഇങ്ങനെ വരും ലൈറ്റ്, പ്രകാശം. അതുപോലെ ജ്ഞാനം യസ്യതു ചക്ഷുരാദികരണ ദ്വാരാ ബഹിസ്പന്ദതേ ജാനാമീതി തമേവ ബാന്ധമനുപാതി യതത് സമസ്തം ജഗത്. ഇത് ഉള്ളിൽ, നമ്മുടെ ഉള്ളിലൊരു കത്തിച്ചു വെച്ചിട്ടുണ്ട് ഒരു ചിരാത്. ഈ ദ്വാരങ്ങളാകുന്ന കണ്ണാകുന്ന ദ്വാരത്തിലൂടെ വിശ്വത്തെ ഞാൻ കാണുന്നു. കാതാകുന്ന ദ്വാരത്തിലൂടെ വിശ്വത്തെ ഞാൻ കേൾക്കുന്നു. നാസികാദ്വാരത്തിലൂടെ വിശ്വത്തെ ഞാൻ ഗന്ധമായി അനുഭവിക്കുന്നു. ഇങ്ങനെ ഓരോരോ ദ്വാരങ്ങളിലൂടെ, ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ ആ ചിരാതിന് എൻ്റെ നമസ്കാരം. അങ്ങനെയൊരു ചിരാതിനെ, അങ്ങനെയൊരു ജീവചൈതന്യത്തെ തിരിച്ചറിഞ്ഞാൽ, നല്ല ബോധ്യമുണ്ടായാൽ പിന്നെ ഞാനാരിതിൽ അഹങ്കരിക്കാൻ? നേരത്തെ പറഞ്ഞ മാമൻ്റെ പോലെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടിട്ടത് ഞാനിവന് ജോലി മേടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ എല്ലാ അഹങ്കാരങ്ങളും. നേരത്തെ സാമ്പാർ ഉണ്ടാക്കിയ തവി പറഞ്ഞതുപോലെ ഞാനാണ് ഉണ്ടാക്കിയത്, എന്തുകൊണ്ട് അവന് അവകാശപ്പെട്ടുകൂടാ? അപ്പം അവൻ നമുക്ക് ഗീത ഉപദേശിച്ചു തന്നു. അവൻ പറഞ്ഞു, ആഹാ, എന്നെ നിങ്ങളാണ് പിടിച്ചതെങ്കിൽ നിങ്ങളെ പിടിച്ചവനാര്? അവൻ്റെ പേരാണ് അമ്മേ നാരായണൻ. നാരായണി അമ്മേ നാരായണൻ എന്ന് പറഞ്ഞാൽ അവനാണ് നിങ്ങളെ എന്നെയൊക്കെ പിടിച്ചിരിക്കുന്നത് എന്ന് തവി പറഞ്ഞു കൊടുത്തു. തവി ഉവാച. അതാണ് ഇവിടെ പ്രകൃതയെ ക്രിയമാണാനി.
ഗുണൈ കർമാണി സർവശഃ, എല്ലാ കർമ്മങ്ങളുടെയും ചോദനയായിട്ടുള്ള ആ സത്യം, അതിൻ്റെ അനുഗ്രഹത്താൽ ഇതെല്ലാം നടക്കുന്നു. സർവശഃ കർമാണി ക്രിയമാണാനി, സകലവിധങ്ങളായിട്ടുള്ള കർമ്മങ്ങളും. എന്തൊക്കെ കർമ്മങ്ങളുണ്ട്. നമുക്ക് തോന്നുന്നു എന്തിനാ വെറുതെ ഈ കടലിൽ ഇങ്ങനെ തിരയുണ്ടാവുന്നത്. നമ്മുടെ തോന്നല. നമുക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട്. എന്തിനാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയണം. ക്രിയമാണാനി അഹങ്കാര വിമൂഢാത്മ, ഈ അഹങ്കാരം കൊണ്ട് ബുദ്ധി നഷ്ടപ്പെട്ട അവൻ പറയണു അഹം കർത്ത ഇതി മന്യതേ, ഞാനാണിതൊക്കെ ചെയ്തത് എന്ന്. ഇതാണ് കൃഷ്ണൻ പറഞ്ഞ് മണ്ണ് തിന്നടാ നീ എന്ന് ചോദിച്ചപ്പം എല്ലാവരും പറയുന്നല്ലോ, എല്ലാവരും കളവാണ് പറയുന്നത്. സർവേ മിഥ്യാഭിശംസിന നാഹം ഭക്ഷിതവാനമ്പ, ഞാൻ കഴിച്ചിട്ടില്ല. കർത്തൃത്വമൊഴിഞ്ഞവനാണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ സ്മരിച്ചാൽ, ഇതിൽ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഇലക്ട്രിസിറ്റിയെ അറിയുന്നത് പോലെയാണ്. പിന്നെ അവർ അഹങ്കരിക്കില്ല. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ അഹങ്കാരമൊന്നുമില്ല. നമ്മുടെ കാര്യം പറയുക, എന്തിലൊക്കെയാ നമ്മുടെ അഹങ്കാരം എന്നറിയാം, ഒരു രക്ഷയില്ല. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണാഗുണേഷു വർത്തന്തേ ഇതി മത്വാ ന സജ്ജതേ. ഭഗവാൻ പറഞ്ഞു, മോനെ അർജുന, നാളെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെയാണ്. അതുകൊണ്ട് ഇന്നേക്ക് ഇത്ര മതി. നിനക്ക് എല്ലാവിധ പുതുവത്സര ആശംസകളും ഞാൻ നേരുന്നു. നീ നല്ല ഉഷാറായിട്ട് പുതുവത്സരമൊക്കെ ആഘോഷിച്ച് നിൻ്റെ കൂട്ടുകാർ, കുടുംബക്കാർ, ബന്ധുമിത്രാദികൾ അവരെയൊക്കെ പുതുവത്സര ആശംസകളൊക്കെ അറിയിക്കുക. അവരെയൊക്കെ ഗീത പഠിക്കാൻ നീ പ്രേരിപ്പിക്കുക. പുതുവർഷം ഉഷാറാക്കുക. നമ്മുടെ സ്വന്തം സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ പുതുവത്സരത്തിൻ്റെ സമ്മാനമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ദക്ഷിണയൊക്കെ അദ്ദേഹത്തിന് കൊടുക്കുക. ഒന്നും മോശമാവില്ല, നല്ലതാ, നിനക്ക് ഗുണമുണ്ടാവും. അദ്ദേഹം ഒരുപാട് പേരെയൊക്കെ സഹായിക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്നത് നമുക്ക് വലിയ ബിസിനസ് ആക്ടിവിറ്റി ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ശ്രദ്ധയാദേയം ഭിയാദേയം സംവിധാദേയം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു വർഷം, വരുന്ന വർഷം സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സർവോപരി നമ്മുടെ ആധ്യാത്മിക ഉന്നമനത്തിൻ്റെ, പുരോഗതിയുടെ, ആയുരാരോഗ്യ സൗഖ്യം. ഭട്ടതിരി പറഞ്ഞതുപോലെ ഭഗവാനാണ് ആരോഗ്യം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേരുന്നു അഡ്വാൻസായിട്ട്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.